ഹലോ വ്യൂവേഴ്സ്, നമസ്തേ, വെൽക്കം ബാക്ക് ടു മെനി വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഓപ്ഷൻ ട്രേഡിംഗ് നമ്മുടെ സോഫ്റ്റിൻ്റെ സഹായത്തോടെ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ സോഫ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സിഗ്നൽ പിക്ക് ചെയ്ത് തരും. അത് കൺഫേം ആണെന്നുണ്ടെങ്കിൽ മാത്രം എൻട്രി എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ തുടങ്ങുന്ന മുൻപായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി ലൈവിൽ പഠിക്കാനോ കാണാനോ ആഗ്രഹം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. വീഡിയോ എടുത്താൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കോൾ ഓർ വാട്സാപ്പ് സെയിം നമ്പർ തന്നെയാണ്. എൻ്റെ ഓഫീസിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ഓഫീസിൽ നിന്ന് ആലപ്പുഴ ഡിസ്ട്രിക്ട് ചേർത്തില്ല, KSRD സ്റ്റാൻഡ് അടുത്താണ്. അപ്പോൾ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന നിഫ്റ്റിയുടെ പുട്ട് ഓപ്ഷൻ്റെ ചാർട്ടാണ്. അപ്പോൾ നമുക്ക് സോഫ്റ്റിനകത്ത് ഇതുപോലെ ഓപ്ഷൻ്റെ തന്നെ ചാർട്ടുകൾ അവൈലബിൾ ആയിട്ട് വരും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എങ്ങനെ ട്രേഡ് എടുക്കാമെന്ന് വെച്ചാൽ സിഗ്നൽസ് നമുക്ക് സോഫ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കാണിച്ചു തരും. സിഗ്നൽ വരുമ്പോൾ കണ്ടത് പോപ്പ് മെസ്സേജ് വരും, അലർട്ട് മെസ്സേജ് വരും, സൗണ്ട് കേൾക്കാൻ പറ്റും. അതേ ഡീറ്റെയിൽസ് മേഖലത്തെ ഡാഷ്ബോർഡിലൊക്കെ എൻട്രി ആയിട്ട് വരും കേട്ടോ, എഴുതി വരും. അപ്പോൾ നമ്മൾ ഈ സോഫ്റ്റ് തരുന്ന എല്ലാ എൻട്രീസും കയറി എടുക്കല്ലേ, കാരണം അതിലെല്ലാം കൺഫേം ആവത്തില്ല. അപ്പോൾ കൺഫേം എൻട്രീസ് എങ്ങനെ പിക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്കിവിടെ ഒരു ബൈ സിഗ്നൽ വന്നിട്ടുണ്ട്, അതായത് ഗ്രീൻ കളറിൽ അപ്പാരോ, അതാണ് ഈ ബൈ ആണ് ഇപ്പോൾ റൺ ചെയ്യുന്നത്. അപ്പോൾ ഈ സിഗ്നൽ വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് നോക്കണമെന്ന് വെച്ചാൽ ഇവിടെ നോക്കിയാൽ പ്രൈസ് എന്ന് പറയുന്ന ബൈ സോണിലോട്ട് വരണം. അതായത് പ്രൈസ് ഇൻ ബൈ സോൺ നമ്മൾ എഴുതി കാണിക്കണം, അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. അത് ഫസ്റ്റ് കൺഫർമേഷൻ. സെക്കൻഡ് കൺഫർമേഷൻ, ഈ ആരോയുടെ താഴത്ത് ഈ ഒരു ബാറുകൾ കേട്ടോ, ഇത് ഓരോ ക്യാൻഡിലും ഓരോ ബാറ് ഫോം ചെയ്ത് വരും. അപ്പോൾ സിഗ്നൽ വരുമ്പോൾ താഴത്തെ ഒറ്റ ബാറേയും കാണുള്ളൂ. അതെന്തായിരിക്കണം, അത് റെഡ് ഇപ്പോൾ റെഡാണ്, പക്ഷെ നമുക്ക് ബൈ വരുമ്പോൾ അത് ഗ്രീൻ തന്നെ ആയിരിക്കണം. അതായത് ബൈ സിഗ്നൽ വന്ന ശേഷം തൊട്ട് താഴത്തെ ബാർ ഗ്രീനും പ്രൈസ് ബൈ സോൺ ആണെങ്കിൽ ആ ട്രേഡ് എടുക്കാമെന്ന് അർത്ഥം. അപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് കൺഫർമേഷൻ കിട്ടി ഈ ഒരു ലെവലിലാണ്. ഈ ലെവലിൽ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് അവിടെ എടുക്കാമായിരുന്നു. പക്ഷേ ഇവിടെ നോക്കിയാൽ നമുക്ക് ആ ഒരു താഴത്തെ ബാർ കൺഫേം വന്ന സമയത്ത് ഇത് മാർക്കറ്റ് സൈഡ് വേയിൽ പോയി. സൈഡ് വേ എന്ന് പറയുമ്പോൾ നോർമൽ നമ്മുടെ ക്യാൻഡലിൻ്റെ കളർ വരുന്ന റെഡും ഗ്രീനും ആണ്. റെഡും ഗ്രീനും അല്ലാതെ വരുന്ന എല്ലാ സൈഡ് വേ ഇൻഡിക്കേഷൻ. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റിസ്ക് എടുക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കൺഫർമേഷൻ കിട്ടിയത് സമയത്ത് തന്നെ നമുക്കിവിടെ കൺഫർമേഷൻ താഴത്തെ ബാർ വന്ന ടൈമിൽ തന്നെ നമുക്ക് എടുക്കാമായിരുന്നു. അവിടെ ഒരു 174 അറൗണ്ടാണ് പ്രൈസ് വന്നത്, അവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് എടുക്കാമായിരുന്നു. ഇപ്പോൾ റിസ്ക് എടുക്കാൻ പറ്റാത്തവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ റെഡ് സ്റ്റാർ കണ്ടോ, അതായത് സൈഡ് വേ ആയതുകൊണ്ടാണ് നമ്മൾ റെസിസ്റ്ററിനെ ബ്രേക്ക് ചെയ്ത ശേഷം എൻട്രി എടുക്കുന്നതായിരിക്കും സേഫ് എന്ന് പറഞ്ഞാൽ. റെഡ് സ്റ്റാർ ആണ് റെസിസ്റ്റ് ചെയ്യുന്ന ലെവല്. അത് ബ്രേക്ക് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് അവിടെ മാർക്കറ്റ് ട്രേഡ്, അവിടെ ഒരു 176 അറൗണ്ട് ആയിരുന്നു പ്രൈസ്, അവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് ട്രേഡ് എടുക്കാമായിരുന്നു. അവിടെ നിന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ കയറിപ്പോൾ കേട്ടോ, നല്ല രീതിയിൽ ഇപ്പോൾ 239-60 വരെ കയറിയിട്ടാണ് ഇപ്പോൾ ചെറുതായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് ആ ടൈമിൽ നമ്മുടെ ടാർഗറ്റ്, നമുക്ക് ഓപ്ഷൻ ചാർട്ടിൽ തന്നെ നമുക്ക് ടാർഗറ്റ് എല്ലാം കാണും. അവിടെ 3 ടാർഗറ്റ് സിഗ്നൽ വരുമ്പോൾ തന്നെ 3 ടാർഗറ്റ് കാണിച്ചു തരും. ആ ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്ത ശേഷം ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ആണ്. നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ആവശ്യമുള്ള ഏത് എന്താണ് പ്രീമിയം ചാർട്ടാണ്, ഓപ്ഷൻ്റെ സ്ട്രൈക്കാണ്, അത് ആഡ് ചെയ്യുക. അതിൽ സിഗ്നൽ ഇതുപോലെ സിഗ്നലും കൺഫർമേഷൻ ഉണ്ടെങ്കിൽ എടുക്കുക. അപ്പോൾ സ്ട്രൈക്ക് സെലക്ഷനൊക്കെ എങ്ങനെയാണെന്നുള്ളത് എടുക്കാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇന്ന മണി ഔട്ട് ഓഫ് ദ മണി, അപ്പോൾ നമുക്ക് അത് എങ്ങനെ പിക്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഒരു ഓപ്ഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള ട്രേഡിംഗ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.